സമയമാണ്. ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. രണ്ടാമതായി എണ്ണി പറഞ്ഞു മിസ്കീനൻ ദാ മത്റബ, മണ്ണ് പുരണ്ട് കിടക്കുന്ന മിസ്കീൻ എന്ന് പറഞ്ഞ പച്ച സാധു, ശരീരത്തിൽ മണ്ണ് തേച്ചിങ്ങനെ നടക്കുന്ന കർഷകൻ എന്ന അർത്ഥത്തിലല്ല. മിസ്കീൻ എന്താ മത്രബ, ജീവിക്കാൻ ഒരു പാർപ്പിടല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു മണ്ണിലൊക്കെ കടന്ന് ഏതെങ്കിലും പീഡക്കൊലായ്മലോ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ കടന്ന് രാവും പകലും ഒപ്പിച്ച് മുന്നോട്ട് പോകുന്ന മിസ്കീൻ, വാടക വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും സൗജന്യമായി കൊടുത്തിടത്തൊക്കെ താമസിക്കുന്ന ആളല്ലേ, കഴിവില്ലാത്ത പാവം. ആ മിസ്കീൻ അവന് ഭക്ഷണം കൊടുക്കുക. അവന്റെ വീട്ടിലേക്കൊക്കെ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മനസ്സുകൊണ്ട് ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ഒരൽഹംദുലില്ലാ എന്ന് പറഞ്ഞ, അതുപോലെ ഒരൊറ്റ അൽഹംദുലില്ലാ, സന്തോഷം കൊണ്ട് പറയുന്ന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ ഈ മാസം എവിടുന്നാണ് മക്കൾക്ക് ഭക്ഷണം വാങ്ങാന്ന് കരുതി ഞാൻ അങ്ങനെ പേടിയില്. അപ്പോഴാണ് ഒരു ചാക്ക് അരി ഇവിടെ എത്തിയത്. അൽഹംദുലില്ലാ. ആ അൽഹംദുലില്ലയിലുണ്ട് എല്ലാം. നമുക്ക് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും തരേണ്ടതൊക്കെ ഒറ്റ അൽഹംദുലില്ലയിലുണ്ട്. ഒക്കെ കിട്ടൂടെ, ഒന്നും ബാക്കി ഉണ്ടാകൂല. പട്ടിണി പാവങ്ങളെ നോക്കിയിട്ട് പാതിരാത്രിയിലൊക്കെ ഭക്ഷണം ഏറ്റിക്കൊണ്ടുപോയി കൊടുത്ത മഹാന്മാർ, അവരെ നമ്മൾ മറക്കരുത്. കാരുണ്യ പ്രവർത്തനം, കടമ്പ മുറിച്ചു കടക്കാനുള്ള പ്രധാനപ്പെട്ട വഴി അതാണ്. ആഖിറത്തിലുള്ള കടമ്പ ഏറ്റവും വലിയ കടമ്പയാണ് സിറാത്തുൽ മുസ്തഖീം. സിറാത്ത് വിട്ടുകിടക്കുക, സിറാത്ത് വിട്ടുകിടക്കുക. കാബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടമ്പ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജഹന്നമിന്റെ മുകളിലൂടെ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്, സിറാത്ത്. അതങ്ങോട്ട് വിട്ട് കടന്ന് അപ്പുറത്തെത്തണ്ടേ. അതിന്റെ ഇടക്കുള്ള ചെക്കിംഗ് പോയിന്റുകളും കാവൽ ഭടന്മാരായി നിൽക്കുന്ന ആളുകളും ഒന്നും കൊക്ക കൊണ്ട് കൊത്തി വലിക്കാതെ അപ്പുറത്തെത്തണ്ടേ. സുഗമമായിട്ട് എളുപ്പം കഴിയുന്നൊരു കാര്യമാണോ സഹോദരങ്ങളെ അത്? അതിനുള്ള മാർഗമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. അതിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആരൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാനാണ് കണ്ണ് തന്നത്. ആർക്കൊക്കെയാണത് വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന് പറയാനാണ് നാവും ചുണ്ടും തന്നത്. സ്വന്തമല്ലെങ്കിലും മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കാൻ. അതാണ് ഇന്നലെ പറഞ്ഞത്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഇതൊക്കെ നോക്കണം, നോക്കി കണ്ടെത്തണം, അന്വേഷിക്കണം, അവിടെ പോകണം. ഏതെങ്കിലും ആൾക്കാരുണ്ടെന്ന് കേട്ടാൽ അവിടെ എത്തിയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നിടത്ത് സ്വഹാബിമാരൊക്കെ വല്ലാതെ തീവ്ര പരിശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ് അവരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. സാധുക്കളെ കണ്ടെത്തുന്നതിൽ വല്ലാത്ത പരിശ്രമമുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഈ മദീനയുടെ കുറെ അങ്ങേ അറ്റത്ത് കുറച്ച് യാത്ര ചെയ്ത് പോകണം. അവിടെ ഒരു വിധവയായ പെണ്ണ്, അതും മിസ്കീൻ പറഞ്ഞതിൽ പെട്ടിട്ടോ, വിധവയായ പെണ്ണ്, സഹായത്തിനാരുണ്ടാവില്ലല്ലോ, ഒറ്റക്ക് താമസിക്കാണ്. എപ്പോഴെങ്കിലും സഹോദരന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യ സ്നേഹികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ഒരു ചെറിയ ഒരു സംഭാവന അതുണ്ടാകും. റിലീഫ് കമ്മിറ്റി മറ്റോ കൊടുക്കുന്നത്. ചിലപ്പോഴൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കും പതുക്കെ പതുക്കെ നീങ്ങുന്നൊക്കെ. ഒരു മാസം കൊണ്ട് കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഭക്ഷ്യവസ്തുക്കളൊക്കെ ചില കുടുംബക്കാര് പരാധീനത കൊണ്ട് 2-3 മാസത്തേക്കൊക്കെ നീട്ടിക്കൊണ്ടുപോകും. തികയൂലല്ലോ, ഉണ്ടാവൂലല്ലോ എന്നൊക്കെ കരുതിയിട്ട് വിഷമിച്ചുകൊണ്ട്. അങ്ങനത്തെ ഒരുപാട് നാളുകളൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം തോന്നും ഒരുപക്ഷെ ഇനിയും വന്നേക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഒരു വിധവയായ പെണ്ണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ പെണ്ണ് താമസിക്കുന്ന സ്ഥലം, പ്രായം ചെന്ന പെണ്ണിനെ ശുശ്രൂഷിക്കാൻ ആ പെണ്ണ് താമസിക്കുന്ന സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി അവിടെ എത്തി. സുബ്ഹിന്റെ ശേഷം അവിടെ എത്തിയപ്പോ പ്രായം ചെന്നൊരു ഉമ്മ, ആരുമില്ല കൂടെ. ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഭക്ഷണം കിട്ടി, ഞാന് അപ്പുറത്തന്നെ പോയി കുളിച്ചു, എന്റെ ഡ്രസ്സൊക്കെ ഇന്നലെ ഒരാൾ വന്ന് കൊണ്ടുപോയിരുന്നു, കാഴ്ചക്ക് ചെറിയൊരു കുറവുണ്ട്, എന്റെ ഡ്രസ്സൊക്കെ ഒരാൾ കൊണ്ടുപോയി അലക്കി കൊണ്ടുവന്ന ആ പുതിയ ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി എനിക്ക് തന്നു, പഴയ ഡ്രസ്സ് അലക്കാൻ കൊണ്ടുപോയി, ഇവിടൊക്കെ ക്ലീൻ ചെയ്തു, ഇനി ഉച്ചക്കും മറ്റൊക്കെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ വെച്ച് പോയിട്ടുണ്ട്, ആള് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ആ വീട് ലക്ഷ്യമാക്കി ഏതോ ഒരു പ്രവർത്തകൻ, ഇഖ്ലാസുള്ള ഒരു മുഅ്മിൻ ആ വീട് ലക്ഷ്യമാക്കി വന്ന് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്.
പിറ്റത്തെ ദിവസം ആളെ കണ്ടെത്താൻ വേണ്ടി സുബഹിന്റെ മുമ്പ് ഉമർ റളിയല്ലാഹുവിനോട് എത്തി. ഉമർ റളിയല്ലാഹുവിനോട് എത്തിയപ്പോ ആ വീട്ടിലെ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന്റെ 2 മിനിറ്റ് മുമ്പാണ് ആള് പോയത് എന്ന് പറഞ്ഞു. രാത്രിയും പകലൊക്കെ സുഖിക്കാൻ വേണ്ടി എണ്ണപ്പെട്ട സമയങ്ങളല്ലാന്ന് മനസ്സിലാകുന്നില്ലേ അവരുടെ ജീവിതത്തിൽ? പകലാണെങ്കിൽ വേറെ അധ്വാനം, രാത്രിയാണെങ്കിൽ വേറെ അധ്വാനം. അങ്ങനെയുള്ള അധ്വാനങ്ങളാണ് അവർ നടത്തിയത്. കാരണം മുന്നിൽ വരാനിരിക്കുന്ന ഈ അഖബ, ഈ കടമ്പ ആലോചിച്ചിട്ടാണ്. നമ്മളൊക്കെ ആലോചിക്കുന്നു നല്ല സുഖാണ് ജീവിതത്തിന്, പോയി അങ്ങനെ കിടന്നുറങ്ങി ഇങ്ങനെ വിശ്രമിക്കാൻ എന്ത് സുഖാണ്, തിന്നും കുടിച്ചൊക്കെ അങ്ങനെ കഴിയാൻ എന്ത് സുഖാണ്. പാവപ്പെട്ടവരെ നോക്കാത്ത ഈ സുഖത്തിനൊരു സുഖം എന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? ഒരു സുഖം എന്നതിനെ പറ്റി പറയാൻ പറ്റുമോ? അപ്പുറത്തും ഇപ്പുറത്തും നാട്ടിലും പല പാവങ്ങളെ അറിഞ്ഞ് തിരിഞ്ഞു നോക്കാത്തൊരു സുഖം. 2ാമത്തെ ദിവസവും ആളെ കണ്ടില്ല. 3ാമത്തെ ദിവസം ഉമർ റളിയല്ലാഹുവിന് കുറച്ചുകൂടി നേരത്തെ വന്നു. തലേന്ന് വന്നതിനേക്കാളും അതിന് മുമ്പ് നേരത്തെ വന്നു. നേരത്തെ വന്നപ്പോ ഉള്ളിൽ ആളുണ്ട് എന്ന് ഒച്ചപ്പാടോട് മനസ്സിലായി. ഉള്ളിൽ ആളുണ്ട്. കാരണം ഉമ്മാനോട് ഭക്ഷണം കഴിക്കാൻ, എന്താ ഭക്ഷണം റെഡിയായി കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു ഒന്ന് മാറി നിന്ന് നോക്കുമ്പോ ആ വീട്ടിൽ നിന്ന് സുബഹിന്റെ മുമ്പ് പടിയിറങ്ങി മദീന പള്ളിയിലേക്ക് ജമാഅത്തിനെത്തുന്നത് ആരാന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നട്ടപ്പാതിര നേരത്തെ ആ വീട് അന്വേഷിച്ച് വന്ന് ഒരു ഉമ്മക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് സുബഹിന്റെ ജമാഅത്തിന് മദീനത്തെ പള്ളി ലക്ഷ്യമാക്കി പോകുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രധാനപ്പെട്ട അമരക്കാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരാ ചെയ്യുന്ന സേവന പ്രവർത്തനം എത്ര കാതലായ വിഷയമാണ്, എത്ര കഴമ്പുള്ള വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ്, പടച്ചോനെ എന്തൊരു തൗഫീഖുള്ള മനുഷ്യൻ. ഞാൻ ഈ സംഭവം അറിയുന്നത് ഇപ്പോഴാണ്. എന്റെ മുമ്പ് ഈ സംഭവം മണത്തറിഞ്ഞുകൊണ്ട് ഈ വീട് ലക്ഷ്യമാക്കി വന്നിട്ട് എത്ര ദിവസമായി നട്ടപ്പാതിര നേരത്തെ സേവനം ചെയ്യുന്നത്. പ്രായാധിക്യത്തിൽ സഹോദരങ്ങളെ 63-ാം വയസ്സിലല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിടവാങ്ങുന്നത്. 10-60 ശേഷമുള്ള പ്രായത്തിലും ഈ വലിയ സേവന പ്രവർത്തനങ്ങളിൽ സജീവമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ വീടിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ്. മഹാനവർകൾ അവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എൻ്റെ സഹോദരങ്ങളോട്, ഉപ്പമാരോട്, ഉമ്മമാരോടൊക്കെ പറയട്ടെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലത്തിൽ പാവങ്ങളുണ്ടെന്നറിഞ്ഞാൽ ഒരു കൈ സഹായം എപ്പോഴും അവരെ നേർക്ക് നീട്ടിക്കൊടുക്കണം. നമ്മൾ കാരണമായിട്ട് അവർ ജീവിക്കുന്നു എന്നൊക്കെ വേണം. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പലരും വഫാത്തായപ്പോ മദീനയിലെ മിസ്കീന്മാര് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഉമ്മമാരെ, മദീനയിലെ മിസ്കീന്മാര് മുഴുവനും പൊട്ടിക്കരഞ്ഞില്ലേ സൈനബ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അവിടുത്തെ പത്നിമാരിൽ ആദ്യം വഫാത്തായത് സൈനബ് റളിയല്ലാഹു അൻഹയാണ്. സൈനബ് ബിൻത് ജഹ്ഷ്. നബി തങ്ങളുടെ ഭാര്യമാരിൽ 2 സൈനബ് ഉണ്ട്. ഒരു സൈനബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്ത് കാലത്ത് തന്നെ വഫാത്തായി, സൈനബ് ബിൻത് ഖുസൈമ. ഇത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. ഒരു വഫാത്തായി എന്ന് വിവരം കേട്ടപ്പോ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ഞങ്ങളെ ഉമ്മയാണ് വഫാത്തായത്, ഇനി ഞങ്ങൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ? എന്തായിരുന്നു മഹദിയുടെ പേരെന്നറിയോ? ഉമ്മുൽ മസാക്കീൻ. ഉമ്മുൽ മസാക്കീൻ, മിസ്കീന്മാരുടെ മാതാവ് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. കിട്ടുന്നത് ഒരു ശകലം ബാക്കി വെക്കാതെ കൊടുക്കും. ആരാ നബിയെ? ഞങ്ങളെ കൂട്ടത്തിൽ ആദ്യം തങ്ങളിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കെന്താ? അത്വലുകുന്ന യദൻ. ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ കൂടുതൽ കൈ നീളമുള്ളത് ആർക്കാണോ അവരാണ് ആദ്യം വരിക എന്ന് പറഞ്ഞു. കൈ നീളമുള്ളത് ആരാന്നുള്ളത് അവര് ഒരു വടി വെച്ച് ഒന്ന് അളന്നു നോക്കുമ്പോ കൈയിന്റെ നീളം കൂടുതലുള്ളത് സൗദാ ബീവിൻ്റെതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാമത്തെ പത്നിയാണ് ബീവി സൗദ റളിയല്ലാഹു അൻഹ. പക്ഷേ തങ്ങൾ ലക്ഷ്യമാക്കിയതിന്റെ ആ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും കൈ നീളമുള്ള ആള് എന്ന് പറഞ്ഞാല് അല്ലാഹു തആല
കൊടുത്ത ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് നീളമുണ്ട് എന്നല്ല, കൊടുതിയില്, സ്വതഖയില്, ധർമ്മത്തിലുള്ള നീളമാണ്. അതെങ്ങനെ മനസ്സിലായി? വഫാത്ത് സംഭവിച്ചത് സയ്യിദത്തുനാ ബീവി സൈനബ് റളിയല്ലാഹു അൻഹയുടേതാണ്. ഉമ്മുൽ മസാക്കീൻ മദീനക്കാര് വിളിച്ച പേരാണ്. മിസ്കീന്മാര്, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ഒന്ന് പൊട്ടിക്കരയാണ്. ഇന്നലെ പോലും ഉമ്മാന്റെ സ്വതക്ക കിട്ടിയിട്ടാണ് വീട്ടിലേക്ക് ഭക്ഷണം വാങ്ങിയതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങളെ ഉമ്മയാണ് ആ പിരിഞ്ഞത്. മിസ്കീന്മാര് കരയാണ്. നമ്മൾ ആലോചിക്കണം ഉമ്മമാരെ. സൈനബി റളിയല്ലാഹു അൻഹയുടെ അമല്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായി എന്നുള്ള ഒറ്റ പോരുഷ പോരെ സ്വർഗത്തിലേക്ക് പോകാൻ. പക്ഷേ അമലിൽ ഒരു കുറവുമില്ല, കൊടുക്കുന്നതിൽ ഒരു പിശുക്കുമില്ല. ധാരാളം ഉണ്ടാകണമെന്ന് മാത്രമല്ല ചിന്തിച്ചത്, എന്നെ കൊണ്ട് ഒരു പാവപ്പെട്ടവന്റെങ്കിലും കണ്ണീരൊപ്പാൻ കഴിയണം, ഒരു സാധുവിനെങ്കിലും സഹായിക്കാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ കാരണം ഒരു പാവപ്പെട്ട ആൾക്ക് മോചനം കൊടുക്കണം, ഒരു പാവപ്പെട്ട ആൾക്ക് സഹായം കിട്ടണം. നമ്മൾ പറഞ്ഞിട്ടാണെങ്കിലും സ്വന്തത്തിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഒരു സഹായം തന്നെയാണത്. പാവങ്ങളെ സഹായിക്കുക, പാവപ്പെട്ടവർക്ക്